ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 590 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 26-27 തിരുവചനങ്ങളാണ്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികൾ ഒഴിഞ്ഞു പോകും. തന്റെ പ്രദേശത്തുള്ള ജയിലുകളിലേക്ക് ബൈബിൾ കടത്തിയതിന് ഒരു റഷ്യൻ യുവാവ് അറസ്റ്റിലായി. വിചാരണയ്ക്ക് ശേഷം ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു ജയിലിലേക്ക് അവനെ മാറ്റി. ഓരോ ദിവസവും പ്രഭാതത്തിൽ അവനെ ജയിൽ വാർഡന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ജയിൽ വാർഡനോട് ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ അവനെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. എങ്കിലും എന്നും അവന്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, നോ. അവന്റെ മറുപടി കേട്ട ഉടനെ അവൻ നല്ല അടി കൊടുത്തിട്ട് അവനെ വീണ്ടും സെല്ലിൽ കൊണ്ടുചെന്നാക്കും. ഇതിങ്ങനെ വർഷങ്ങളോളം തുടർന്നു കൊണ്ടിരുന്നു. അവന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ജയിലിൽ ഒരു അത്ഭുതം നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ക്രിസ്തുവിനെ പിൻപറ്റി. ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാത്ത ഒരു യുവാവ് മുഖാന്തരമായിട്ട്. നമുക്ക് സുപരിചിതമായ ഒരു കഥയാണ് ഇത്. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികരായ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി അവരെല്ലാവരും മാറി. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞവനെ കുലുക്കുവാനായി യാതൊരു ശക്തിക്കും സാധിക്കുകയില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ജീവന്റെ ഉറവയാകുന്നു. അത് പാപത്തിൽ നിന്നും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ ഒരുവനെ സഹായിക്കുന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏതൊരു പ്രലോഭനത്തിന്റെ നടുവിലും പിടിച്ചു നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെയും സഹായിക്കും. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കാരുണ്യവാനായ ദൈവമേ, എന്നോട് കൂടെ ഉണ്ടാകണമേ, എന്നെ വഴി നടത്തണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, നീ എന്നെ സ്നേഹിക്കണമേ. എന്തെല്ലാം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും നിന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.